ഹായ് കൂട്ടുകാരി, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ ആവണീസ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ടിരിക്കാമെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ഞങ്ങളിതാ കുഴപ്പമൊന്നുമില്ല, ഹാപ്പി ആയിട്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇന്ന് നമുക്കിതാ ഇത്രയും നേരം നല്ല മഴ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ ചെറുതായിട്ടൊന്ന് തോർന്നതേ ഉള്ളൂ. അപ്പോൾ തോർന്നതിൻ്റെ പുറകെ തന്നെ അടുത്ത മഴ വരുന്നുണ്ട്. നല്ല രീതി തന്നെ ഇതാ കർമ്മയൊക്കെ ഇരുണ്ട് കൂടിയതാ നല്ല രീതി തന്നെ ഒരു എന്താ പറയുക, നന്നായിട്ട് തന്നെ ഇപ്പോൾ ശക്തിക്ക് മഴ പെയ്യുന്ന രീതിയിലാണ്. ചെറിയ രീതിയിൽ ആ തുള്ളിയിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ തന്നെ മഴ പെയ്യുന്നതാണ് തോന്നുന്നത്. അപ്പോൾ ഒരു 1 വീക്കായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഗ്യാപ്പ് വന്നിട്ട് അത്രയും നല്ല ശക്തിക്ക് തന്നെയായിരുന്നു കേട്ടോ മഴ. അതിന് മുന്നേക്ക് ആയിരുന്നാലും നല്ല മഴയുണ്ടെങ്കിൽ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ കുറച്ച് അധിക ദിവസങ്ങളായിട്ട് മഴ തന്നെയാണല്ലോ. എന്നാലും ചെറിയൊരു വെയിലൊക്കെ കിട്ടിയായിരുന്നു. ഇപ്പം എന്തായാലും വെയിലൊക്കെ കിട്ടിയിട്ട് കുറേ ആയിട്ടോ. കാരണം അത്രയും നല്ല ശക്തിക്കാണ് മഴ പെയ്യുന്നത്. എന്നാലും മഴ ഇനി പെയ്യട്ടെ. കാരണം ഇനിയിപ്പോൾ എന്തായാലും മഴക്കാലം തന്നെയാണ്. അപ്പോൾ മഴ പെയ്യാതിരിക്കില്ല. അപ്പോൾ നമ്മുടെ പണികളൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ നല്ല മഴയൊക്കെ ആയതുകൊണ്ട് ഈ തണുപ്പ് നല്ല തണുപ്പ് തന്നെയാണ് കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. നമുക്ക് ടൈലൊന്നും ചവിട്ടാൻ പറ്റാത്ത അത്രയും നല്ലൊരു തണുപ്പായി തുടങ്ങിയിട്ടുണ്ട്. ഇതേപോലെ നല്ല ശക്തിക്ക് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് മഴ പെയ്യുന്നതോടുകൂടി നമ്മുടെ ഹാങ് പ്ലാന്റ്സ് എന്തായാലും നല്ല ഉഷാറായിട്ടാട്ടോ വളർന്നിറങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പോട്ടൊക്കെ ആയാലും നല്ല ഫില്ലായിരിക്കും കേട്ടോ. ഹാങ് പ്ലാന്റ് ഇങ്ങനെ വളർന്നിറങ്ങിയിട്ട് നല്ല രീതിയിൽ ഇങ്ങനെ ഗ്രോത്ത് വയ്ക്കുന്നുണ്ട്. അപ്പോൾ തിങ്ങി കൂടിയിട്ടാട്ടോ ഇഷ്ടംപോലെ ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ നിൽക്കുന്നതാണ് ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. പിന്നെ നമുക്ക് ഇവിടെ എന്ന് പറയുമ്പോൾ ചുറ്റിലും ഫുള്ള് പച്ചപ്പുള്ള ഒരു പച്ചപ്പിൻ്റെ ഉള്ളിൽ ഈ ഒരു കളർ എന്ന് പറയുമ്പോൾ ഒരു വെറൈറ്റി കളറല്ലേ. അപ്പോൾ എന്തായാലും അടിപൊളി തന്നെയാണേ. അപ്പോൾ ഇത് 2 ഷെയ്ഡാണ് കേട്ടോ. അപ്പോൾ അടിഭാഗത്ത് അതായത് ഇതിപ്പോൾ നന്നായിട്ട് തന്നെ മൂത്തിട്ടൊന്നുമില്ല, അതായത് ചെറിയൊരു ഇലയാണ്. അപ്പോൾ കുറച്ച് മൂക്കുന്നതിനനുസരിച്ച് ഇലയിൽ ഇങ്ങനെ വേരിയേഷൻ വരുന്നുണ്ട് കളറിൽ. അപ്പോൾ ഇത് നോക്കിയേ, ഇത് കുറച്ച് ആയതാണ്. അപ്പോൾ ഇതാ ഇവിടെ വേറൊരു കളറും ഉള്ളിലേക്ക് ഇതാ വേറൊരു കളറായിട്ട്. അപ്പോൾ 2 ഷെയ്ഡായിട്ടോ ഇതിന് വന്നിട്ടുള്ളത്. എന്തായാലും നല്ല രീതിയിൽ തന്നെ വളർന്നു നല്ല രീതിയിൽ നല്ല ഉഷാറായിട്ട് വരുന്നുണ്ട് കേട്ടോ. കൂടെ പറയേണ്ട ഒരു കാര്യമാണ് ഇതാ ഇതിൻ്റെയൊക്കെ തണ്ടിൽ കൂടെ നോക്കി നല്ല രീതിയിൽ തന്നെ വേരുകളുണ്ട്. ഫുള്ളും നന്നായിട്ട് തന്നെ വേരുണ്ട് കേട്ടോ. അപ്പോൾ ഈ വേരുള്ളതുകൊണ്ട് തന്നെ ഇതിൻ്റെ ചെറിയൊരു തണ്ട് നമ്മൾ പോട്ടിലോ അല്ലാതെ നമ്മൾ മണ്ണിലൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്നായിരിക്കും കേട്ടോ ഒരു ഭാഗം ഫുള്ള് ഇത് കൈയടക്കുന്ന രീതിയിലായിരിക്കും വളർന്നിറങ്ങുക. അപ്പോൾ ഇതാ ഈ ഒരു വേരുള്ളതുകൊണ്ട് തന്നെ നമുക്ക് വെള്ളത്തിലിട്ടിട്ടും നമുക്ക് ഈ ഒരു പ്ലാന്റൊക്കെ വളർത്തിയെടുക്കാൻ വേണ്ടി പറ്റുമേ. മഴ മാത്രമല്ലല്ലോ, മഴയ്ക്ക് പുറകെ നല്ല ശക്തിക്കാണല്ലോ കോടയും കൂടി ഇങ്ങനെ മൂടി കിടക്കുള്ളൂ. അപ്പോൾ ഇങ്ങനെ നല്ല രീതിയിൽ കോട ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കുറേ നേരം ഇങ്ങനെ കോടയൊക്കെ മൂടി നിൽക്കുമ്പോഴേ ആ ഒരു ഈർപ്പം നമ്മുടെ തറയിലായാലും കുറേ നേരത്തിന് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ആയിരിക്കണം നല്ല തണുപ്പായിട്ട് നമുക്ക് ചെരുപ്പൊന്നും ഇടാൻ നടക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ആവണിക്കുട്ടിക്ക് ചെരുപ്പൊക്കെ ഇട്ട് കൊടുത്താൽ അവളൊരു 5 മിനിറ്റിക്ക് ചെരുപ്പൊക്കെ ഇട്ട് നടക്കുള്ളൂ കേട്ടോ. പിന്നെ അങ്ങനെ പുറത്ത് ഇറക്കാറില്ല. അപ്പോൾ ഇപ്പം പിന്നെ കുറച്ചൊരു തോർച്ച കിട്ടിയതുകൊണ്ട് ചെറിയ രീതിയിലും ചാർജുണ്ട്. അവൾ പുറല്ലൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് അതായത് അങ്ങനെ പുറത്ത് ഇറക്കുന്നില്ലല്ലോ, നല്ല തണുപ്പും മഴയൊക്കെ ആയതുകൊണ്ടേ. അതേപോലെ നല്ല കണ്ടിന്യൂസ് ആയിട്ട് മഴ ആയതുകൊണ്ടൊക്കെ ആയിരിക്കണം കാലാവസ്ഥയും ചേഞ്ചായി. പിന്നെ കഴിഞ്ഞ ദിവസം പറമ്പിൽ കുറച്ച് പണിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ചെറുതായിട്ടൊന്ന് കുറച്ച് നേരം മഴയൊക്കെ കൊണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കണം ചെറുതായിട്ട് പനിയും പിടിച്ചുവിടും. അപ്പോൾ പനി പിടിച്ച് നമ്മൾ 2 ദിവസമായപ്പോൾ പനി കുറവുണ്ട്. അപ്പോൾ നമ്മൾ അന്ന് തന്നെ ഹോസ്പിറ്റലിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് മരുന്നൊക്കെ കിട്ടി നമ്മൾ മരുന്നൊക്കെ കഴിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ നല്ല വ്യത്യാസമുണ്ട്. പിന്നെ നന്നായിട്ട് ആവിയും പിടിക്കുന്നുണ്ട്. പനിക്കൂർക്കയൊക്കെ ഇട്ടിട്ട് ആവി പിടിക്കുക, പനിക്കൂർക്കയുടെ ഇല ഉണ്ടല്ലോ, അപ്പോൾ അത് ഇട്ടിട്ടാട്ടോ ഞാൻ ആവി പിടിക്കാറില്ല. അപ്പോൾ അങ്ങനെ ആവി പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു മാറ്റം ഉണ്ട്. നമുക്ക് വിക്സൊക്കെ ഇട്ട് പിടിക്കുന്നതിനേക്കാളും നല്ലൊരു ആശ്വാസം കിട്ടും. നമുക്ക് തൊണ്ടയ്ക്കായാലും ഒക്കെ അതിൻ്റെ ഒരു എസൻസൊക്കെ ഉള്ളിലേക്ക് കയറിയിട്ട്. അപ്പോൾ എന്നാലും ഞാൻ അങ്ങനെയാണ് പിടിക്കാറുണ്ട്. നല്ലൊരു മാറ്റം. ആവണിക്കുട്ടി അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഓരോന്നൊക്കെ കാണിച്ച് കളിച്ചുകൊണ്ടിരിക്കട്ടെ. അപ്പോൾ ആ ഇടയ്ക്ക് വഴിയിലേക്ക് ചാടി കയറും, അതേ സ്പീഡിൽ തന്നെ തിരിച്ചും പോകട്ടെ. അപ്പോൾ കൂടെ കളിക്കുന്നുണ്ട്. അപ്പോൾ ചെറിയ രീതിയിലൊന്ന് പൊടിഞ്ഞു എന്ന് പറയില്ല മഴ. അപ്പോൾ തപ്പൊന്ന് പോയിട്ടുണ്ട് കേട്ടോ. എന്തായാലും മഴ എന്തായാലും വരും. കാരണം നന്നായിട്ട് തന്നെ ഇരുണ്ടിട്ടാട്ടോ നിൽക്കുന്നത്, ക്ലൈമറ്റ് ഫുള്ളായിട്ട് തന്നെ. അപ്പോൾ നന്നായിട്ട് തന്നെ ഞാൻ ഒരു ദിവസം ഒരു 3-4 വട്ടമൊക്കെ ആയിട്ട് പിടിക്കാറുണ്ട്. വീണ്ടും വന്നിട്ടുണ്ട്. കുട്ടിക്കുരുവി കാണിക്കണേ, ഓടി ചാടി കളിക്കുകയാണോ? അപ്പോൾ ഒരു ദിവസം തന്നെ ഒരു 3-4 വട്ടം വെച്ചിട്ട് പിടിക്കാറുണ്ട്. അതുകൊണ്ടായിരിക്കണം വലിയൊരു ചേഞ്ച് ഉണ്ട്. എന്തായാലും പനിയൊക്കെ നന്നായിട്ട് തന്നെ മാറിയിട്ടുണ്ട്. തൊണ്ടവേദന ഉണ്ട് കേട്ടോ. അതേപോലെ തന്നെ ചെറിയ ചുമയുണ്ട്. പിന്നെ ക്ലൈമറ്റ് ഇങ്ങനെയാണല്ലോ, നല്ല തണുപ്പും കോടയൊക്കെ ആണല്ലോ അല്ലേ പൊല്ല. കൂടെ നമ്മുടെ ആവണിക്കുട്ടിക്കും നമ്മൾ ആവി പിടിക്കാറുണ്ട് അല്ലേ പൊല്ല? ആവി പിടിക്കാറുണ്ടോ? കുറച്ച് നേരമൊക്കെ ആവിയുടെ ഉള്ളിൽ ഇരിക്കും കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ തന്നെ പുതപ്പൊക്കെ തട്ടി കളഞ്ഞ് ആൾ പുറത്ത് ചാടും കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ കുട്ടിക്കുറുമ്പിയുടെ പരിപാടികൾ അല്ലേ പൊന്ന. അവൾക്ക് ചെറുതായിട്ട് ജലദോഷം ഉണ്ട്. അപ്പോൾ അവൾക്ക് മരുന്നൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു നമ്മൾ പോയത്. അപ്പോൾ അവളെയും കൊണ്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. എനിക്കായിട്ട് ആദ്യം പനി സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ എന്തായാലും പാലൊക്കെ കുടിക്കുന്നതുകൊണ്ട് തന്നെ അവളെയും കൂടെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മരുന്നൊക്കെ കഴിക്കേണ്ടിട്ടില്ലേ, മരുന്ന് കഴിക്കാൻ അങ്ങനെ മടിയൊന്നും ഇല്ലാതെ ഞങ്ങൾ നല്ല കുട്ടിയായിട്ട് മരുന്ന് കഴിക്കും അല്ലേ പൊന്ന. അപ്പോൾ എന്തായാലും മഴ ഒന്ന് തോർന്നപ്പോൾ ഞങ്ങൾ വെറുതെ ഒന്ന് പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങിയതാട്ടോ. കാരണം നമ്മുടെ ആവണിക്കുട്ടി ആയാലും അങ്ങനെ പുറത്തേക്ക് ഇറക്കാറില്ല എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ സ്വെറ്ററൊക്കെ ഇട്ട് കൊടുത്തത് ഉള്ളിൽ തന്നെയാണ്. അപ്പോൾ കുറച്ച് നേരമായിട്ട് ആ സ്വെറ്ററൊക്കെ ഒന്ന് ഊരിയിരിക്കുക കേട്ടോ. മഴയൊന്ന് പോയപ്പോൾ ഒന്ന് ഊരിയതാണ്. ആൾക്കങ്ങനെ സ്വെറ്ററൊന്നും ഇട്ടിട്ട് ഇങ്ങനെ ഇരിക്കാൻ വലിയ താല്പര്യമൊന്നും ഇല്ല. പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നതാണ് കേട്ടോ. കാരണം
ഈ ഒരു ക്ലൈമറ്റിൽ സ്വെറ്ററൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പിന്നെ കുഞ്ഞാണല്ലോ, പെട്ടെന്ന് അവർക്ക് പ്രതിരോധശേഷി കുറവായതുകൊണ്ട് തന്നെ നമ്മൾ ഇട്ട് കൊടുക്കട്ടോ. അവൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ കൂടി ഇപ്പോൾ ചെരുപ്പൊക്കെ ഒന്ന് ഊരിയിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കുറച്ച് നേരം ഇനി കളിക്കരുത്, കാരണം പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് മഴ പറയാൻ പറ്റില്ല. ഇപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് പെയ്യുന്ന നമ്മൾ വിചാരിച്ചാൽ പോലും ചിലപ്പോൾ ഇപ്പം തന്നെ വരും, പറയാൻ പറ്റില്ല. നമ്മുടെ റോട്ടിലൊക്കെ ആയാലും അത്യാവശ്യം നന്നായിട്ട് വെള്ളമൊക്കെ ഒഴുകി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്കിതാ ഈ ഒരു ഭാഗത്തു നിന്നൊക്കെ ഇങ്ങനെ മേളിൽ ഉള്ളിൽ നിന്നൊക്കെ ഇങ്ങനെ ഈ പുല്ലിൻ്റെ ഉള്ളിൽ തന്നെ ഉറവകളുണ്ട് കേട്ടോ, കുറേ ഉറവയുണ്ട് ഈ ഒരു ഭാഗത്തൊക്കെ. അപ്പോൾ അവിടെ നിന്ന് വരുന്നതാണ്. നോക്കി കിട്ടിയ അവസരം നന്നായിട്ട് മുതലാക്കുക കേട്ടോ നമ്മുടെ കുട്ടിക്കുരുമ്പി. ആവണി എന്താ സന്തോഷം, വെള്ളത്തിൽ കളിക്കുക എന്ന് പറഞ്ഞാലും നടക്കാൻ പോവാന്നൊക്കെ പറഞ്ഞാൽ ആൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പരിപാടി തന്നെയാണ്. അപ്പം എന്തായാലും ഞങ്ങൾ നന്നായിട്ട് മുതലാക്കുന്നുണ്ട് കിട്ടിയ അവസരം. വെള്ളത്തിൽ കളിക്കണോ പൊന്നാ സുത്തു? വാവ് വരും, വാവ് വരും. വേണ്ട വേണ്ട വേണ്ട, വെള്ളത്തിൽ കളിക്കണ്ടാവാ. കുറച്ചു നേരം അല്ലേന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ വെറുതെ വിടുന്നതാണ്ടോ, അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ വെള്ളത്തിലേക്കൊന്നും ഇറക്കാറില്ല. അപ്പോൾ ഈ ഒരു വെള്ളം ഇങ്ങനെ അങ്ങേ അറ്റം വരെ പോകുന്നുണ്ടേ. അപ്പോൾ അവിടുന്ന് നേരെ ഇങ്ങനെ താഴേക്ക് പോവാണ്ടോ, താഴേക്ക് നമ്മുടെ പറമ്പിലേക്ക് തന്നെയാണ് ഈ ഒരു വെള്ളം പോണത്. ഒന്ന് കാണിച്ചു തരാം കേട്ടോ. നന്നായിട്ട് ഒഴുക്കുണ്ട് കേട്ടോ, അത്യാവശ്യം തെളിഞ്ഞ വേണം. ആൾക്ക് ഇങ്ങനെ വെള്ളത്തിൽ കൂടെ നടക്കാൻ എന്താ ഇഷ്ടം. എന്തോ എങ്ങടെ പോണേ, എങ്ങടെ പോണേ? മഴ മാത്രമല്ല കേട്ടോ, മഴയ്ക്ക് കൂടെ നല്ല കാറ്റും കൂടി വീശിയിട്ടേ കുറച്ച് മരത്തിൻ്റെ കമ്പും കാര്യങ്ങളൊക്കെ പൊട്ടി വീണിട്ടുണ്ട്. അപ്പോൾ ഈ വെള്ളം ഇങ്ങനെ ഒഴുകി നോക്കി. ഇവിടെയൊക്കെ കുറച്ച് പായലൊക്കെ ആയി തുടങ്ങി. തെന്നും പൊന്നാ, തെന്നും വേണ്ട വേണ്ട. ഇവിടേക്ക് എത്തിയപ്പോൾ അത്യാവശ്യം നല്ലൊരു ഇതിൽ ഒഴുക്കിട്ടോ, കാരണം ഇവിടുന്ന് പല ഭാഗത്തു നിന്ന് വരുന്ന ഉറവുകൾ ഒരുമിച്ച് കൂടിയിട്ടതാ ഈ ഒരു ഭാഗത്തിൽ കൂടി ഇങ്ങനെ താഴേക്കാണ് പോണത്. ഇവിടെ ഇങ്ങനെ കെട്ടിക്കിടക്കട്ടോ, ഒരു ചെറിയൊരു കുഴി പോലെയാണ് കേട്ടോ. താഴേക്കാണ് പോണത്. മഴയൊന്നും തോന്നുന്നതുകൊണ്ട് അതല്ലാതെ ഇവിടെ നല്ല ശക്തി തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത്. എന്തായാലും മഴയൊക്കെ തോർന്നു ഇങ്ങനെ വെറുതെ നടക്കാൻ വേണ്ടി ഒരു പ്രത്യേക രസം തന്നെയാണ്. അപ്പോൾ കുട്ടിക്കുരുമ്പ് നല്ല രീതിയിൽ തന്നെ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് ഈ പുറത്തിറങ്ങിയ ഒരു ഇത്. അതെന്തായാലും അവളെ ഞാൻ പിന്നെ കുറച്ച് നേരമല്ലേ കളിക്കേണ്ടേ, മാത്രമല്ല ഇപ്പം മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും ഒന്നും അങ്ങനെ പുറത്തിറക്കാൻ വേണ്ടി പറ്റില്ലല്ലോ. ചെറിയൊരു തോർച്ച ഇങ്ങനെ ഇടയ്ക്ക് കിട്ടിയാൽ അത്രയല്ലേ ഉള്ളൂ. അപ്പോൾ അത്രയും നേരം ബാക്കിയുള്ള സമയങ്ങളൊക്കെ ഉള്ളിൽ തന്നെയാണല്ലോ, അപ്പോൾ അവർക്കും ബോറടിക്കില്ല. അപ്പം എന്തായാലും കുറച്ചേരൊക്കെ കളിച്ച് നമ്മൾ നേരെ പോവാട്ടോ. അപ്പോൾ വരാൻ പറഞ്ഞിട്ടൊന്നും വരുന്നില്ല കേട്ടോ. വെള്ളത്തിൽ കളിക്കുമ്പോൾ അവളുടെ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ പ്രത്യേക ഒരു സന്തോഷം തന്നെയാണ് നമ്മുടെ ആവണിക്കുട്ടിക്ക് കേട്ടോ. അപ്പോൾ വെള്ളത്തിലൊക്കെ കൈയൊക്കെ ഇട്ടിട്ട് കാലൊന്നും ഇട്ട് അടിച്ച് കളിക്കുന്നത് പോരായിട്ട് കൈയൊക്കെ ഇട്ടിട്ട് കളിക്കണം. എന്നാലും കൈയോടെ എടുത്തിട്ട് ഇനി കൊണ്ടുപോയില്ല എന്നുണ്ടെങ്കിൽ അവൾ ഇവിടെ തന്നെ കളിച്ചുകൊണ്ട് നിൽക്കും കേട്ടോ. കാരണം വെള്ളമാണല്ലോ, വെള്ളം കണ്ടാൽ പിന്നെ അവൾ അവിടെ തന്നെ നിന്നോളും. അപ്പോൾ ഞാൻ പതുക്കെ ഒന്ന് പിടിച്ച് കൊണ്ടുപോട്ടെ ആളെ. കുറച്ച് മുള്ളാണ്. അപ്പോഴേ നല്ല മഴയാന്ന് പറഞ്ഞത്. അപ്പോൾ മഴയുടെ കൂടെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കാറ്റും വീശിയിട്ടുണ്ട്. അപ്പോൾ കാറ്റ് വീശിയതിൻ്റെ പുറകെ നമുക്ക് ഇത് ഇഞ്ചമരത്തിൻ്റെ തടിയാട്ടോ വീട് കിടക്കുന്നത്. അപ്പോൾ ഇത് അത് ഇഞ്ചമരത്തിൻ്റെ ചുവട് ഭാഗമല്ല, അതിൻ്റെ വലിയ നല്ല അത്യാവശ്യം നല്ല വണ്ണുള്ളൊരു കമ്പാണ് ഒടിഞ്ഞു വീണിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഇഞ്ചാന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് ഗുണങ്ങളുള്ളൊരു സംഭവത്തിനായിട്ട് ഇഞ്ചാന്ന് പറയുന്നത് നമ്മുടെ ശരീര സൗന്ദര്യത്തിനായാലും അതേപോലെ തന്നെ ഒരുപാട് സ്കിൻ ഡിസീസിനൊക്കെ നമുക്ക് ഈ ഒരു ഇഞ്ചയുടെ തോലുണ്ടല്ലോ. അപ്പോൾ ആ ഒരു തടിയിൽ ഇങ്ങനെ ചെത്തി എടുത്തിട്ട് നമ്മൾ ഉണക്കിയിട്ട് എടുക്കുകയാണോ ചെയ്യാറ്. നമ്മൾ ചകിരി വെച്ചിട്ട് നമ്മൾ സോപ്പൊക്കെ ഇട്ടിട്ട് ദേഹത്തൊക്കെ തേക്കുമല്ലോ. അപ്പോൾ അതിന് പകരം നമ്മൾ ഇഞ്ചയുടെ ഒരു തോലെടുത്ത് ചെത്തി ഉണക്കി വെച്ചിട്ട് നമ്മൾ തേക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് സ്കിൻ ഡിസീസിനും അതേപോലെ തന്നെ ഒരുപാട് നമുക്ക് സ്കിന്നിലുണ്ടാകുന്ന അലർജി പ്രശ്നങ്ങൾക്കൊക്കെ വലിയൊരു പരിഹാരം കിട്ടുന്ന ഒന്ന് തന്നെയാണ്. അപ്പോൾ എന്നാലും അതല്ല അവിടുത്തെ സംഭവം. അപ്പോൾ നല്ല കാറ്റ് വീശിയപ്പോൾ അതിൻ്റെ വലിയൊരു തണ്ട് ആ ഒരു കമ്പ് നന്നായിട്ട് ഒടിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മേളിലേക്കായാലും അതിൻ്റെ കൂട്ടത്തിൽ നിന്ന് ഒരു ഇങ്ങനെ കൂട്ടമായിട്ട് ഇങ്ങനെ വള്ളിയായിട്ട് ഇങ്ങനെ ചുറ്റി പിണഞ്ഞിട്ട് ഈ ഒരു ഭാഗത്ത് കുറേ വേറെയും കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ കൂടത്തിൽ നോക്കി ഇതിൻ്റെ കാട്ടുപൂവ് അങ്ങനത്തെ സംഭവങ്ങളുണ്ട്. അപ്പോൾ അതും കൂടെ ഇങ്ങനെ കുറേ ഇങ്ങനെ ചരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നല്ല കാറ്റായതുകൊണ്ട് അടുത്തൊക്കെ എത്രയോ വർഷം പഴക്കമുള്ളൊരു ഇഞ്ചയുടെ മരം തന്നെയാണ്. അപ്പോൾ നല്ല അത്യാവശ്യം നല്ല ശക്തിക്ക് തന്നെ കേട്ടോ കാറ്റ് വീശിയിട്ടുണ്ടായിരുന്നു. ആ ഒരു കാറ്റിൻ്റെ എഫക്റ്റിലാണ് എന്നാലും താഴെ വീണിട്ടുള്ളത്. കൂടാതെ നമ്മുടെ പറമ്പിലായാലും കുറേ വാഴകളൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ നല്ല കാറ്റിന് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, കാരണം മഴ മാത്രമാണ് പേടിയെങ്കിൽ നമുക്ക് വലിയ സീനൊന്നുമില്ല. ഇങ്ങനെ കാറ്റുകൂടി വീശുമ്പോൾ നമുക്ക് പേടിയാട്ടോ, കാരണം കാറ്റ് വീശുമ്പോൾ എന്തൊക്കെ നാശനഷ്ടങ്ങളാണ് വരിക എന്ന് പോലും പറയാൻ പറ്റില്ല. അപ്പോൾ ഇപ്പം എന്തായാലും കുറച്ച് കുറവുണ്ട് കാറ്റ്. ഇപ്പോൾ ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് കുറച്ച് കുറവുണ്ട് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ 2 ദിവസമായിട്ടോ വീണിട്ട്. അതെന്തായാലും ഇത് നമുക്ക് ചെത്തി സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ കാലം നമുക്ക് യൂസ് ചെയ്യാനും കൂടി പറ്റും. നമുക്ക് കുഞ്ഞുങ്ങൾക്കൊക്കെ തേച്ച് കൊടുക്കുമ്പോൾ ചകിരിക്കൊക്കെ പകരം കുഞ്ഞുങ്ങൾക്ക് ഇതൊക്കെയാണ് തേക്കുന്നതെന്നുണ്ടെങ്കിൽ വലിയൊരു ഗുണം തന്നെയാണ്. അവരുടെ സ്കിന്നിലൊക്കെ വലിയൊരു ചേഞ്ച് ഉണ്ടാകാൻ വേണ്ടി പറ്റില്ല. കാരണം നമുക്ക് എന്തായാലും നല്ല സ്കിന്നൊക്കെ നല്ല രീതിയിൽ തന്നെ സോഫ്റ്റ് ആവാനും അതേപോലെ തന്നെ നല്ലൊരു ബ്രൈറ്റ്നെസ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ഈ ഒരു ഇഞ്ച വെച്ചിട്ട് കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് യൂസ് ചെയ്യണം. കാരണം അതൊക്കെ ഓർഗാനിക് ആയതുകൊണ്ട് ഓർഗാനിക് ആയിട്ടുള്ള എല്ലാ സംഭവത്തിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് കുറച്ച്
സമയം എടുത്തിട്ടാണല്ലോ കിട്ടുക. അതാ ഈ കാണുന്നതാണ് കേട്ടോ നമ്മൾ ആ ഒരു പറഞ്ഞ ഇഞ്ചയുടെ തടി. അപ്പോൾ ഇതിൽ നിന്നാണ് നമ്മൾ ചെത്തിയെടുക്കുന്നത്. അപ്പോൾ ഇത് നോക്കി, ഇതൊക്കെ നല്ല മുള്ളാണ് കേട്ടോ. ഫുള്ളി തൊട്ടാവാടി മുള്ളു പോലെ, അതിനേക്കാളും കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ടുള്ള മുള്ളാന്നാണ് തോന്നുന്നത്. ഇതിൻ്റെ ഇടയിൽ കൂടെ എന്തൊക്കെയോ കുറേ സംഭവങ്ങൾ, വള്ളിക്കൂട്ടങ്ങളും കുറേ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇഞ്ചിയുടെ ഇല ഇതാ, തൊട്ടാവാടി മുള്ളു പോലെ തന്നെ അതിൻ്റെ ഒരു ഇലയും ആ ഒരു തൊട്ടാവാടി ഇല ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ടെക്സ്ചറിലാട്ടോ ഈ കാണുന്നതാണ് ഇഞ്ചിയുടെ ഇല. അത് ഉള്ളിലേക്ക് കുറേ കമ്പുണ്ട് കേട്ടോ, പൊട്ടി വീണ കൂട്ടത്തിൽ ഇത്തിരി ഉണ്ടേ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ നമുക്കൊരു ചാല് ഒഴുകുന്നുണ്ട്. ഇപ്പോൾ മഴയൊക്കെ പെയ്തുകൊണ്ട് ഈ ചാലിലൊക്കെ അത്യാവശ്യം നന്നായിട്ട് വെള്ളം കൂടി ഉണ്ട് കേട്ടോ. ഈ കാണുന്നതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള ആ ഒരു ചാല്. മഴ പെയ്തുകൊണ്ട് തന്നെ അത്യാവശ്യം നന്നായിട്ട് തന്നെ വെള്ളമൊക്കെ ഒഴുകി പോകുന്നുണ്ട്. നല്ല തെളിഞ്ഞ വെള്ളമായിട്ട് കേട്ടോ. കാരണം മഴ കുറച്ച് നേരമായല്ലോ ഒന്ന് തോർന്നിട്ട്, അല്ലാതെ ഈ കലങ്ങി മറിഞ്ഞാട്ടോ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇനി എന്താണ് നമുക്ക് ഇവിടെ നിന്ന് കുറച്ച് മത്തൻ്റെ ഇല നുള്ളിയിട്ട് പോകാം കേട്ടോ. കാരണം അതാ മഴയും കൂടി പെയ്തുകൊണ്ട് നല്ല രീതിയിൽ തന്നെ തളിർത്ത് നല്ല രീതിയിൽ വട്ടം വീശി ഒരുപാട് ഇലകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടുന്ന് കേട്ടോ പൊട്ടിക്കാറില്ല, നമുക്ക് തോരനൊക്കെ വെക്കാൻ വേണ്ടി നല്ല ടേസ്റ്റ് കൂടിയാണല്ലോ മത്തൻ്റെ ഇല തോരനൊക്കെ. അപ്പോൾ എന്താണ് ഞാൻ ഒരുപാട് മൂക്കാത്ത ഇല നോക്കിയിട്ട് നല്ല തളിരാട്ടോ പൊട്ടിക്കുന്നത്. അപ്പോൾ അതാ ഞാൻ പൊട്ടിക്കുമ്പോഴത്തേനും അവൾ പൊട്ടിച്ചോളാന്ന് പറഞ്ഞാട്ടോ ആളത്തെ ഫ്രണ്ടിൽ വന്നിട്ടുണ്ട്. പൊട്ടിച്ച് അവളെന്നല്ലത് അവിടെ നിന്ന് ഒരു പൂ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ പിന്നെ ഒരു വഴിക്ക് ഇറങ്ങി അത് എവിടേക്കായാലും വേണ്ടില്ല ആൾ കൂടെ ഇറങ്ങിക്കോട്ടെ. എന്നെക്കാളും ഫ്രണ്ടിലാണ് അവൾ ഇറങ്ങി ഓടുന്നത്. അപ്പോൾ എന്തായാലും അവളും അവിടെ നിന്ന് ഇങ്ങനെ ഓരോന്നൊക്കെ നുള്ളി എടുക്കുന്നുണ്ടേ. അപ്പോൾ ഇതിൽ നിന്ന് പറിക്കുന്ന മത്തനായാലും നല്ല പൊടിയുള്ളതായതുകൊണ്ട് നമുക്ക് കറി വെച്ചാലൊക്കെ ആയാലും നല്ല ടേസ്റ്റ് തന്നെയാണേ. അപ്പോൾ ഇതാ അപ്പോൾ പൊട്ടിച്ചെടുത്തേക്കൂടെ വേറെ എന്തൊക്കെയോ കുറച്ച് വള്ളികളൊക്കെ ചുറ്റി പടർന്ന് പോയിട്ടുണ്ട്. അപ്പോൾ തന്നെ അതൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് നമുക്ക് ആ ഒരു ഇല മാത്രം എടുക്കാം. പിന്നെ നമ്മളിതിന് കൊടുക്കുന്നത് കൂടുതലായിട്ടും ജൈവവളം തന്നെയാണ് കേട്ടോ. ചാണകപ്പൊടി, മാട്ടുകാഷ്ടം, വേപ്പിൻ പിണ്ണാക്ക്, എല്ലുപൊടി അങ്ങനെയുള്ള സംഭവങ്ങൾ തന്നെയാണ്. എന്ത് വളം കൊടുക്കുകയാണെങ്കിലും അതിന് മുന്നായിട്ട് ചോടൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കി കുറച്ച് മണ്ണൊക്കെ കൂട്ടി കൊടുത്തതിന് ശേഷം കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി സെറ്റായിട്ട് തന്നെ വരും. എന്നാലും ഇപ്പം നല്ല ഉഷാറായിട്ട് തന്നെയാണ് വരുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ആവണിക്കുട്ടിക്ക് ചെരുപ്പിട്ട് കൊടുത്തൊക്കെ ആൾ ഊരി കളഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചെരുപ്പ് എവിടെയെന്ന് വെച്ചാൽ ചെരുപ്പൊക്കെ ബുമ്പ് പോയി എന്നാട്ടോ ആൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കുറച്ച് മതി കേട്ടോ നമുക്ക്. എന്തായാലും നല്ല തളിര ഇല തന്നെയാണ് ഞാൻ നുള്ളിയിട്ടുള്ളത്. നമ്മളിത് നുള്ളിയാലേ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് നുള്ളി എടുക്കാം. അപ്പോൾ അങ്ങോട്ടേക്കൊക്കെ നന്നായിട്ട് പടർന്നിരിക്കും കേട്ടോ. അപ്പോൾ ഒരുപാട് കായൊക്കെ തന്നിട്ടുള്ളൊരു മത്തനാട്ടോ, മത്തൻ്റെ വള്ളി കൂടിയാണത്. അപ്പോൾ എന്തായാലും നന്നായിട്ട് സ്പ്രെഡാക്കിയിരിക്കും. ഈ ഒരു ഭാഗത്തൊക്കെ നമ്മൾ കാടൊക്കെ ഒന്ന് വെട്ടി കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ മഴ പെയ്തപ്പോൾ വീണ്ടും കാടൊക്കെ കയറിയിട്ടുണ്ട്. എന്തായാലും ഇതിൻ്റെ ഒരു ചോട്ടിൽ നന്നായിട്ട് കാടൊക്കെ തെളിച്ച് നന്നായിട്ട് വളമൊക്കെ ചെയ്തുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് ഉണ്ട് കിട്ടുക. എല്ലാം പൊട്ടിക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയാലും ഇപ്പോൾ ഇടയിൽ കൂടെ ചെറിയ കായ്കളൊക്കെ ഇട്ട് തുടങ്ങിയിട്ട്. അപ്പോൾ നല്ല കായൊക്കെ ഒന്ന് മൂത്ത് വരാനൊക്കെ കുറച്ച് സമയം എടുക്കും. തൊണ്ടവേദന ഉള്ളതുകൊണ്ട് അധികം സംസാരിക്കാൻ വേണ്ടി പറ്റുന്നില്ല കേട്ടോ. തൊണ്ടയിൽ എന്തോ ഒരു തടസ്സം പോലെ തോന്നുക. അപ്പോൾ തന്നെ ഇനി ആവി പിടിക്കട്ടെ കേട്ടോ ഒന്ന് പോയിട്ട്. അപ്പോൾ അതാ നല്ല ഇല തന്നെയാണ്. അപ്പോൾ മഴ പെയ്തുകൊണ്ട് ചില ഭാഗത്തൊക്കെ കുറച്ചിങ്ങനെ മണ്ണിലിങ്ങനെ സ്പ്രെഡായിട്ട് കിടക്കുകയുള്ളൂ. അപ്പോൾ അതിൻ്റെ രീതിയിൽ ചെറിയ രീതിയിലൊക്കെ ഒന്ന് മണ്ണൊക്കെ കയറിയിട്ടുണ്ട്. അപ്പോൾ നല്ല കുറേ നേരം നമുക്കിന്ന് വെള്ളത്തിലിട്ട് വെച്ച് നന്നായിട്ടൊന്ന് കഴുകി എടുത്തു കഴിഞ്ഞാൽ ഒരു ഇലയുടെ ആ ഒരു അടിയിലുള്ള ഒരു മണ്ണൊക്കെ നന്നായിട്ട് ഞാൻ പോകും കേട്ടോ. അപ്പോൾ ഇത് കൊണ്ടുപോയിട്ട് നമുക്കിനി തോരൻ വയ്ക്കാം. വേണ്ട വാ പോവാ. അപ്പോൾ എന്തായാലും ഞാൻ പോയിട്ട് തോരൻ വെക്കട്ടെ. അങ്ങനെ എന്തായാലും നമ്മൾ പറിച്ച് കൊണ്ടിട്ടുള്ള നമ്മുടെ മത്തൻ്റെ ഇല ഫുള്ള് ഞാനിതാ വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുകയാണ്. കൂടെ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഇട്ടിട്ടാണ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ളത്. പിന്നെ എന്തായാലും മണ്ണോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പൊക്കോട്ടെ, കുറച്ചധികം സമയം കിടക്കട്ടെ കേട്ടോ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഞാനിതാ നമുക്ക് വൈകുന്നേരത്തേക്കുള്ള ചപ്പാത്തി ഉണ്ടാക്കാനുള്ള മാവാട്ടോ കഴിക്കുന്നത്. അപ്പോൾ ഇതാ ഏകദേശം കഴിയാനായിട്ടുണ്ടേ. അപ്പോൾ എന്തായാലും നല്ല സ്മൂത്ത് ആവാൻ വേണ്ടിയിട്ട് ഇതിൽ കുറച്ച് മൈദയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് മൈദയും കുറച്ചധികം നമ്മുടെ ആട്ടയുണ്ടല്ലോ, അപ്പോൾ ഇത് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ആട്ടയാണ്. അപ്പോൾ നല്ല അതുകൂടി വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് പിന്നെ കുറച്ച് ഉപ്പും പിന്നെ കുറച്ച് ഓയിലും 2 ടീസ്പൂൺ ഓയിലും കൂടി ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഓയിലും കൂടി ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ പെട്ടെന്ന് ഒട്ടിപ്പിടിക്കുക, അതിന് നല്ല അടിപൊളിയായിട്ട് നല്ലൊരു സോഫ്റ്റ് ആയിരിക്കും. എന്തായാലും നമുക്കൊന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഇന്ന് നമുക്ക് ഇതാണ് കേട്ടോ സ്പെഷ്യൽ. വൈകിട്ട് ചപ്പാത്തിയും അതേപോലെ തന്നെ മുട്ടക്കറിയാണ്. അപ്പോൾ പനിയൊക്കെ ആയതുകൊണ്ട് 2-3 ദിവസമായിട്ട് കഞ്ഞിയായിരുന്നു കേട്ടോ വൈകിട്ടൊക്കെ വെക്കുന്നുണ്ടായിരുന്നത്. പിന്നെ ആണെങ്കിൽ നല്ല മഴയും കൂടി ആയിരുന്നല്ലോ. അപ്പോൾ എന്തായാലും പനിയൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ആവിയൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നേ. ആവി പിടിച്ചപ്പോഴത്തേക്ക് നല്ലൊരു ആശ്വാസം ഉണ്ട് കേട്ടോ. പുറത്താണെങ്കിൽ നല്ല ചീവീടിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ടാവില്ലേ. മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ ചീവീടും അതേ നല്ല സ്പീഡിലാണ് കേട്ടോ ചീവീട് ഇറങ്ങുന്നത്.
ഇനിയിപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് തന്നെ ഈ നമ്മുടെ വീഡിയോയിൽ ഈ ചീവീടിൻ്റെ സൗണ്ട് ഉണ്ടാവും കേട്ടോ. വേറെ ഒന്നുമല്ല, നമുക്ക് ഈ ഒരു മലയോര മേഖലയും കൂടി ആയതുകൊണ്ട് പൊതുവേ നമ്മുടെ ഈ ഒരു ഭാഗത്ത് എനിക്ക് ഒരു ചീവീട് അത്യാവശ്യം നല്ല രീതിയിൽ കിട്ടും. മഴ പെയ്ത് കഴിഞ്ഞാൽ തവളയുടെ സൗണ്ട്, ചീവീടിൻ്റെയും അതേപോലെ തന്നെ പലതരം കിളികളൊക്കെ ആയിട്ട് മൊത്തത്തിലൊരു ബഹളം തന്നെയായിരിക്കും കേട്ടോ പുറത്ത്. അപ്പോൾ നമ്മൾ കുഴച്ച് വെച്ചിട്ടേ ചെറുതായിട്ടൊന്ന് വെള്ളം കൂടിപ്പോയിട്ടപ്പോൾ വെള്ളം കൂടി പോയാൽ നമ്മുടെ കയ്യിൽ ട്രിക്ക് ഉണ്ടല്ലോ, നമ്മൾ കുറച്ച് പൊടി കൂടി ഇട്ട് കൊടുത്തിരിക്കണം. അപ്പോൾ ഒരു പൊടി കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വെള്ളമൊക്കെ ഒന്ന് കറക്റ്റ് ലെവലിലൊന്ന് ബാലൻസ് ചെയ്തെടുക്കും. എന്തായാലും നമ്മുടെ നല്ല മയമുള്ള ഒരു മാവ് റെഡിയായി കിട്ടിയിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് നമ്മൾ എത്രത്തോളം നന്നായിട്ട് പ്രസ് ചെയ്ത് നല്ല അത്യാവശ്യം നല്ല ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഫോഴ്സ് കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്ന് പ്രസ് ചെയ്ത് നല്ല ഇതിൽ മയപ്പെടുത്തി എടുത്തു കഴിഞ്ഞാൽ നമുക്കിത് നല്ല അടിപൊളിയായിട്ട് തന്നെ ചുട്ടെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പം അതിന് കുറച്ചിരുന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. നല്ല സോഫ്റ്റ് തൊടുമ്പോഴത്തേനും നല്ല പഞ്ഞി പോലെ ഇല്ലേ, അങ്ങനെ ഇതാ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനൊക്കെ വെച്ച് അതിന് ശേഷം ഞാനിതാ കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നുണ്ട്. അപ്പോൾ നല്ല അതൊക്കെ ഒന്ന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതാ ചപ്പാത്തി വരുത്താനുള്ള നമ്മുടെ എല്ലാ ആയുധങ്ങളും ഇതാ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചപ്പാത്തി വരുത്തിയാലോ എന്നാൽ പിന്നെ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ചെറിയ ചെറിയ ഉരുളകളൊക്കെ ആക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് നേരെ എടുത്ത് പരത്തലും ചുടലും മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്നാലും നമുക്കിനി പരത്തിയെടുക്കാം. നമുക്ക് ഈ ഒരു പരത്തൽ തന്നെ കേട്ടോ വലിയൊരു പരിപാടി. അപ്പോൾ ഈ പരത്തൽ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചുടൽ കുറച്ചുകൂടി എളുപ്പമാണ് കേട്ടോ. അപ്പോൾ അതാണ് നമുക്ക് പരത്തിയെടുക്കാം. സാധാരണ ഞാൻ ഒരു സൈഡിൽ നിന്ന് പരത്തുമ്പോൾ വേറൊരു സൈഡിൽ നിന്ന് ചുട്ടെടുക്കാറാണ്. അപ്പോൾ എന്തായാലും നമുക്ക് അത് പറ്റില്ലല്ലോ, കാരണം വീഡിയോയും കൂടി എടുക്കുന്നതുകൊണ്ട് ചിലപ്പോൾ രണ്ടും കൂടി ഒരേ രീതിയിൽ ഫോക്കസ് ചെയ്യാമെന്ന് ചിലപ്പോൾ ഏതെങ്കിലുമൊക്കെ വഴിക്ക് ചപ്പാത്തി കരിഞ്ഞു പോകുന്നത് നമ്മൾ പോലും അറിയാതെയായിരിക്കും. അപ്പോൾ എന്തായാലും ഞാൻ റിസ്ക് എടുക്കാൻ നിൽക്കണം. നമുക്ക് എല്ലാം ഒന്ന് പരത്തിയതിന് ശേഷം നമുക്കിനി ചുട്ടെടുക്കാം കേട്ടോ. പിന്നെ പൊടിയൊക്കെ മേലെ കൂടെ കുറച്ച് വെതറിയിട്ട് നമ്മൾ ഇതേപോലെ പരത്തി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടി പിടിക്കാതെ അത്യാവശ്യം എത്ര വലുപ്പത്തിൽ വേണമെങ്കിൽ നമുക്ക് പരത്തി എടുക്കാം കേട്ടോ. പിന്നെ ആദ്യമായിട്ട് ചപ്പാത്തി വരുത്തുന്ന കൂട്ടുകാരാണെങ്കിൽ എന്തായാലും നമ്മുടെ ഭൂപടത്തിൽ ഇതുവരെ കാണാത്ത സംസ്ഥാനങ്ങൾ വരെ നമുക്ക് ഈ ഒരു ചപ്പാത്തിയിൽ കൊണ്ടുവരാൻ വേണ്ടി പറ്റും കേട്ടോ. പിന്നെ പ്രാക്ടീസ് ആണല്ലോ എല്ലാത്തിൻ്റെയും മെയിൻ. പരത്തി നമ്മുടെ കൈക്ക് തന്നെ ഒരു നല്ലൊരു കൈവഴക്കായി കഴിഞ്ഞാൽ പിന്നെ സംഭവം എളുപ്പമാണ്. അപ്പോൾ എന്തായാലും ഒരെണ്ണം നമുക്ക് എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ലാതെ പരത്തി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്കൊരു ന്യൂസ് പേപ്പറിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. കാരണം പ്ലേറ്റിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മളിത് ചുട്ടെടുക്കാൻ നേരത്ത് ഇവർ തമ്മിൽ ഭയങ്കര ഒരു ബന്ധത്തിലായിരിക്കും. കാരണം നമ്മൾ ഒരു സൈഡിൽ നിന്ന് കളിക്കുമ്പോഴത്തേന് എല്ലാം പാടോ കൂട്ടത്തോടെ ഒട്ടിപ്പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ പണിയാവില്ല. അതുകൊണ്ട് ഞാനതാ ഓരോന്നും പരത്തുന്നതനുസരിച്ച് ന്യൂസ് പേപ്പറിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ആവണിക്കുട്ടി വന്നിട്ട് ഇവിടെ ഓരോന്നൊക്കെ പറയുന്നുണ്ട്. എന്താ പറയുന്നതെന്ന് എനിക്ക് പോലും അറിയില്ല. അവൾ എന്തൊക്കെയോ പറയുന്നുണ്ട്. അവളുടെ ഭാഷയൊന്നും എനിക്ക് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി പറ്റുന്നില്ല കേട്ടോ. ചില കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ടെന്നാൽ ചിലതൊക്കെ അവൾ എന്തൊക്കെയോ പറയുന്നുണ്ട്. സാധാരണ ഞാൻ എന്ത് പരിപാടിയാണ് ചെയ്യുന്നത് അതിൻ്റെ പുറകെ വന്നിട്ട് ആ ഒരു പരിപാടി ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ കുട്ടിക്ക് ഒരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ. എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഈ ഒരു ചപ്പാത്തി പരത്തുന്നത് കണ്ടിട്ടാവണം ഈ ഒരു ചപ്പാത്തി പരത്തുന്ന സാധനമൊക്കെ വേണ്ടി വരും ആൾക്ക്. ചപ്പാത്തി പരത്താൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഏതൊക്കെ രൂപത്തിലാക്കി എനിക്ക് തരുമെന്നൊന്നും അറിയില്ല. എന്തായാലും എന്തൊക്കെയോ പറയുന്നേ ഉള്ളൂ. പക്ഷെ വലിയ കുഴപ്പമൊന്നുമില്ലാത്തതുകൊണ്ട് അവളവിടെ കുറച്ച് വൈലൻ്റ് ആവുന്നതിന് മുന്നായിട്ട് നമുക്കിത് ഫുള്ളൊന്ന് പരത്തിയെടുക്കാം കേട്ടോ. സാധാരണ ഞാൻ ചപ്പാത്തിക്ക് മാവൊക്കെ നേരത്തെ തന്നെ കുഴച്ച് വെച്ച് നമ്മൾ എപ്പോഴാണോ കഴിക്കുന്നത് അതിൻ്റെ ഒരു 10 മിനിറ്റ് മുന്നായിട്ടാട്ടോ പരത്തലും ചുടലൊക്കെ ചെയ്യാറുള്ളത്. ഇന്ന് പിന്നെ എന്തായാലും ഒരു അരമണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് കൈയോടെ തന്നെ ചുട്ടെടുക്കണം. വേറെ ഒന്നുമല്ല കേട്ടോ. ഇന്ന് ഇപ്പോൾ ഏട്ടന് കുറച്ച് നേരത്തെ പോകണം. അപ്പോൾ എന്തായാലും നമുക്ക് നേരത്തെ തന്നെ അങ്ങ് ചുട്ടെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ മേളിൽ കൂടി നമ്മൾ ഇട്ട് കൊടുത്തുള്ള ഒരു പൊടി ഉണ്ടല്ലോ, അപ്പോൾ അത് കൈയോടെ തന്നെ അങ്ങ് തട്ടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചുട്ടെടുക്കുന്ന സമയത്ത് നമുക്ക് കരിഞ്ഞു പോവാതെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ചുട്ടെടുക്കാൻ വേണ്ടി പറ്റുമേ. അങ്ങനെ എന്തായാലും അധിക സമയം എടുക്കാൻ നമ്മുടെ ചപ്പാത്തി വരത്തിലെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ കൈയോടെ ഇവിടെ ക്ലീൻ ചെയ്ത് വെച്ചാൽ കുറച്ചുകൂടി ഒന്ന് സമാധാനമായിട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് എൻ്റെ ക്ലീൻ ചെയ്യാൻ വേണ്ടി നിന്നാൽ ചിലപ്പോൾ അവിടെ ഇവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഒട്ടിപ്പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് നമുക്ക് ഇരട്ടി പണിയാവും. അപ്പോൾ എന്നാലും ഞാൻ കൈയോടൊന്ന് ഈ ഒരു സാധനം നമുക്ക് കഴുകേണ്ട ആവശ്യമൊന്നുമില്ല, തുടച്ച് വെച്ചാൽ മതി. കാരണം ഇല്ല അങ്ങനെ പൊടി മാത്രമല്ലേ ഉള്ളൂ, വേറെ ഒന്നുമില്ലല്ലോ, ഒട്ടിപ്പിടിക്കുക അങ്ങനെയൊന്നും ഇതായിട്ടില്ല. പിന്നെ നമുക്ക് എന്തായാലും പരത്താൻ വേണ്ടി എടുത്തുള്ള ഒരു കുഴയുണ്ടല്ലോ ചപ്പാത്തിയുടെ, അപ്പോൾ അതൊന്നും നമുക്ക് കഴുകി വയ്ക്കാം. കയ്യോടെ ഇവിടെ ഞാൻ തുടച്ച് കൊടുക്കുന്നുണ്ട്. കാരണം നമ്മൾ ചപ്പാത്തിയുടെ ആ ഒരു പൊടി ഉണ്ടല്ലോ, ആട്ടയുടെ പൊടി, അപ്പോൾ അതൊക്കെ ഇവിടെ ആയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ചെടുക്കട്ടെ. കൈയോടൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു സമാധാനമാണ്. പിന്നെ അവിടെ നോക്കുമ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത പണി വേറെ ഉണ്ടാകുമല്ലോ. അപ്പോൾ എന്തായാലും കല്ല് ഒരു സൈഡിൽ ഞാൻ ചൂടാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇവിടെ ക്ലീൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കല്ലും ചൂടാവും. അപ്പോൾ പിന്നെ നമുക്ക് ചുട്ടെടുക്കുകയും കൂടി ചെയ്യാം. അപ്പോൾ ഒട്ടും സമയം വേസ്റ്റ് ആക്കിയതിന് നമുക്ക് ഓരോരോ പണികൾ പെട്ടെന്ന് നീങ്ങുമല്ലോ. ബാലൻസ് കുറച്ച് പൊടി ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ എടുത്ത ഒരു പാക്കറ്റിൽ. അപ്പോൾ എന്തായാലും അതും നേരെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പൊടി ഫുള്ള് നമ്മൾ ആ ഒരു സ്ലാബിൽ പോയതൊക്കെ ഞാൻ തുടച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വെള്ളവും കൂടി ഇട്ട് തുടക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒന്ന് ക്ലീൻ ആയി കിടക്കും കേട്ടോ. കൂടുതൽ അടുപ്പിൻ്റെ അവിടേക്ക് കുറച്ച് ആ ഒരു പൊടിയൊക്കെ തെറിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അതുകൂടി ഒന്ന് തുടച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് കല്ലൊക്കെ ചൂടായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ ഫ്ലെയിം കുറച്ചാട്ടോ വെച്ചിട്ടുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഈ ഫസ്റ്റ് ഇട്ട് കൊടുക്കുന്ന ചപ്പാത്തി പെട്ടെന്ന് കരിഞ്ഞു, കാരണം നന്നായിട്ട് ചൂടായി നിൽക്കുകയുള്ളൂ. ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫുള്ളിൽ വെച്ചിരിക്കുക കേട്ടോ. ഇനി നമുക്ക്
തിരിച്ചു മറിച്ചിട്ട് നന്നായിട്ടൊന്ന് ചുട്ടെടുക്കാം. ചുട്ടെടുക്കുന്നത് നമുക്ക് എളുപ്പമാണ്, പെട്ടെന്ന് പെട്ടെന്ന് ചുട്ടെടുക്കുക. കല്ല് ചൂടായി കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് ചുട്ടെടുക്കാൻ വേണ്ടി പറ്റും. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കരിഞ്ഞു പോകുന്നുണ്ടോ എന്നാണ്. കാരണം നന്നായിട്ട് ചൂടായിരിക്കുന്നുണ്ട്. നമ്മൾ ഇതിൽ ശ്രദ്ധിക്കാതെ വേറെ എന്തെങ്കിലും പരിപാടിക്ക് ഇനി പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാനും ചാൻസ് ഉണ്ട്. അപ്പം എന്നാലും ഞാൻ ചട്ടകം കൂടി എടുക്കട്ടെ. ഈ ഒരു ചട്ടകം ഞാനത് അപ്പം കഴുകി വെച്ചിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ എടുത്തപ്പോൾ വീണ്ടും കഴുകാതിരുന്നില്ല. ആർക്കെങ്കിലുമൊക്കെ തെറ്റിദ്ധാരണ ഉണ്ടെങ്കിലോ എന്ന് വിചാരിച്ച് ജസ്റ്റ് ഒന്ന് പറഞ്ഞേ ഉള്ളൂ കേട്ടോ. അവൻ എന്തായാലും ഇതാ ഒരു സൈഡ് ഏകദേശം ആയിട്ടുണ്ടേ. നമുക്ക് എന്തായാലും ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നതിനനുസരിച്ച് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇതാ ഒന്ന് പൊള്ളച്ച് വരും കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു ചട്ടകം ഞാൻ മറിച്ചിടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. നമുക്ക് ഗ്ലാസ് ഉണ്ടല്ലോ, ഗ്ലാസിൻ്റെ ആ ഒരു അറ്റം വെച്ചിട്ട് നന്നായിട്ട് പ്രസ് ചെയ്യാനും പറ്റും. അപ്പോൾ അതിനനുസരിച്ച് നല്ല രീതിയിൽ തന്നെ പൊള്ളച്ച് വരും. അപ്പം ഞാൻ ആ ഒരു രീതിയിലാട്ടോ ചെയ്യാറുള്ളത്. എന്നാലും ഗ്ലാസ് ഒന്ന് എടുക്കട്ടെ. കൂടാതെ കുറച്ച് എണ്ണയും കൂടി എടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഇച്ചിരി എണ്ണ ഇതാക്കിയാൽ മതി കേട്ടോ. കാരണം ഗ്ലാസിൻ്റെ അറ്റത്ത് ഇച്ചിരി എണ്ണ ആക്കിയിട്ട് നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് അടിപൊളിയായിട്ട് ചപ്പാത്തി നമുക്ക് ചുട്ടെടുക്കാൻ വേണ്ടി പറ്റുമേ. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിലാട്ടോ ഞാൻ ചെയ്യാറുള്ളത്. കാരണം കുറച്ച് ഫോഴ്സ് കൊടുക്കുന്നതിനനുസരിച്ച് നല്ല ഇതിൽ നമുക്ക് ഒരുപാട് പൊള്ളയ്ക്കേണ്ട ആവശ്യമില്ലല്ലോ. അത്യാവശ്യം പൊള്ളച്ച് വരുന്നുണ്ട്. ചട്ടി ചൂടായത് നമുക്ക് ആ ഒരു പുക വരുമ്പോൾ തന്നെ അറിയാൻ വേണ്ടി പറ്റുന്നുണ്ടല്ലേ. കരിഞ്ഞൊന്നും പോകുന്നില്ല കേട്ടോ. എന്തായാലും നന്നായിട്ട് ചൂടായി കിടക്കുന്നതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് അടുത്തതും ചുട്ടെടുക്കാൻ വേണ്ടി പറ്റുമേ. ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ വെക്കുകയാണെന്നുണ്ടെങ്കിലേ ചിലപ്പോൾ പതുക്കെ കുറേ ടൈം എടുക്കും. ഇത് നമ്മൾ കുറച്ച് ശ്രദ്ധിച്ചാൽ മതി. ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് പണി എളുപ്പം കഴിയുമേ. അങ്ങനെ എന്തായാലും നമ്മുടെ അടുക്കളത്തെ എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ട് ഇവിടെ ചപ്പാത്തി ഉണ്ടാക്കാനായാലും പിന്നെ കറി നമുക്ക് ഓൾറെഡി ഉള്ളതുകൊണ്ട് പിന്നെ കറിയൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ആ ഒരു പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കുട്ടിക്കുരുമീനെ കുളിപ്പിക്കാനായിട്ട് ഞാൻ അടുത്ത പരിപാടി. അപ്പോൾ തലയൊന്നും കുളിപ്പിക്കില്ല, ഞങ്ങൾക്ക് മേലൊന്നും കുളിക്കാണ്ടില്ല. പൊന്നു നല്ല തണുപ്പായിട്ട് ഞങ്ങൾ നല്ല ചൂടുവെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ചൂടുവെള്ളമൊക്കെ നന്നായിട്ട് ചൂടായിട്ട് നമുക്ക് കുളിക്കാൻ പോവാ. മടിയുണ്ടോ കുളിക്കാൻ? മടിയുണ്ടോ? ഞങ്ങൾക്ക് മടിയൊന്നുമില്ല. എന്തായാലും മടി എന്താ പൊന്ന? ഞങ്ങൾക്ക് കുളിക്കാനെങ്കിൽ വലിയ പ്രശ്നമൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ പിന്നെ കയറി വരാനാണ് പണി. കാരണം വെള്ളത്തിലാണല്ലോ. അപ്പോൾ ക്യാമറ കണ്ടിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് അങ്ങനെ ഇപ്പം എന്തായാലും മഴയൊക്കെ ഒന്ന് പെയ്ത് തോർന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പെയ്യുണ്ടായിരുന്നു കേട്ടോ. അപ്പം നല്ല നന്നായിട്ട് തോർന്നിട്ടുണ്ട്. എന്താ കാണിക്കണേ? കുളിക്കാൻ പോവാണോ? കുളിക്കാൻ നമുക്ക് പോയിട്ട് എന്തൊക്കെയോ കോപ്രായങ്ങൾ കാണിക്കുള്ളൂ കുട്ടിക്കുറുമ്പ്. പിന്നെ ക്യാമറയിൽ അവളെ നോക്കുമ്പോൾ അവൾ കാണുന്നുണ്ടല്ലോ ആളെ. ഇപ്പോൾ പൊട്ടൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നേരെ കണ്ണാടിയുടെ ഫ്രണ്ടിലേക്ക് ഓടിട്ട് വന്നിട്ട് പൊട്ടൊക്കെ ഇങ്ങനെ പോയി നോക്കിയിട്ട് സൂപ്പർ എന്ന് പറയും കേട്ടോ. സൂപ്പർ എന്ന് ഞങ്ങളുടെ രീതിയിലൊക്കെ ഒന്ന് പറയാൻ പഠിച്ച് തുടങ്ങിയിട്ടുണ്ട് അല്ലേ. ആരാ അത്? അതിലാരാ? ആവണിയാണോ അത്? എന്നാൽ ആവണിക്കൊരു ഹായ് കൊടുത്തേ. ആവണിക്ക് ഇങ്ങനെ ഹായ് കൊടുക്കണേ. ഹായ് കൊടുക്ക്. ആഹാ, അങ്ങനെയാണോ ഹായ് കൊടുക്കണേ? ഒരു നല്ലൊരു ഹായ് കൊടുക്ക്. ഹായ് എന്ന് പറ. ആവണിക്കുട്ടീനെ കണ്ടോയില്ലേ? എവിടെ അവണിന്ന് വിളിച്ചേ? പേരെന്താ? അവന്റെ പേരെന്താ? പേര് ചോദിച്ചാൽ പിന്നെ ഞങ്ങൾ ആന്നേ പറയുള്ളൂ. അതിൽ ബാക്കി 2 എണ്ണം കൂടി ഉണ്ട്, അതുകൊണ്ട് പഠിക്കണം. ആവണി ഒന്നെവിടെ? ഒന്ന് കാണിച്ചു കൊടുത്തേ. ഒന്ന്. മൂക്ക് എവിടെ? മൂക്ക്. കണ്ണോ? തല എവിടെ? തല. മുടി എവിടെ? മുടി എവിടെയാ? മുടിയും തലയിൽ തന്നെ. ഓക്കെ. അപ്പൊ ചെവി എവിടെ? ചെവി. പല്ലെവിടെ? പല്ലേ. മിടുക്കി കുട്ടി. ഒന്നെവിടെ? ഒന്ന് കാണിച്ചു കൊടുത്തേ. ഒന്ന് കാണിച്ചു കൊടുത്തേ. ഒന്ന് കാണിച്ചു കൊടുക്ക്. ഒന്ന്. ബാക്കിയൊക്കെ ഞങ്ങൾ ഇനി വഴിയെ പഠിക്കൂല പൊന്നു. അതിന് കൊണ്ടുപോയിട്ട് നമ്മുടെ ആൺകുട്ടിയെ കുളിപ്പിക്കട്ടെ കേട്ടോ. ക്യാമറയിൽ നോക്കിയിട്ട് അവളുടെ കുറേ പരിപാടികളാണ്. എന്താണ്? ആരത്? വെള്ളത്തിൽ തന്നെ നോക്കിയിരുന്നിട്ട് ഓരോന്ന് കാണിച്ചു വെച്ചിട്ട് നിർത്താനുള്ള ഉദ്ദേശമൊന്നും ഉണ്ടാവില്ല കേട്ടോ. അവരെന്താണ് ഞാൻ എന്തായാലും അവളെ കൊണ്ടൊന്ന് കുളിപ്പിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടാവും വിചാരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ എന്ന് പറ. ബൈ പറയുകയാണോ? അതേപോലെ തന്നെ തൊട്ടത്തൊരു ബെല്ലൈക്കൺ കൂടി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിളിച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മളെടുത്ത വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് എത്തുന്നതായിരിക്കും. അപ്പം തന്നെ നമുക്ക് അടുത്തായിട്ട് വീഡിയോസ് ആയിട്ട് കാണുന്നവരെ ബൈ കൊടുക്ക്. ബൈ.